ഫാമിൻസ് ആൻഡ് പോവർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. മേജർ ഫാമിൻസ് 1804, 1837, 1861, 1908, അതായത് ഈ ഇന്ത്യയിലെ പല രീതിയിൽ ഫാമിൻസൊക്കെ അല്ലെങ്കിൽ പോവർട്ടിയിലൊക്കെ മാറ്റങ്ങൾ വരാൻ കാരണമായി എന്നും ഇവ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിൽ തന്നെ പല ഗുരുതരമായിട്ടുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരികയും ചെയ്തു എന്ന് പറയുന്നു. ഡെത്ത് ടോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് മരണനിരക്ക്, അതായത് മരണസംഖ്യ കൂടുതലായി വരികയും ഓരോ കാലഘട്ടത്തിലും അതായത് ഏകദേശം 4 ലക്ഷം, അതുപോലെ തന്നെ 4 ലക്ഷം പേരെങ്കിലും മരിച്ചിരുന്നുവെന്ന് പറയുന്നു. ഓരോ ഇയറിലും അതിൻ്റെതായ, അതായത് 1825, 1850 ആ കാലഘട്ടത്തിൽ 15 മില്യൺ ആൾക്കാർ മരണാനന്തരപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. 1875, 1900-ലൊക്കെ അതായത് കൂടുതൽ ഇവിടെ മരണസംഖ്യ ഉയരുകയും കാരണമായി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അവർ അനുഭവിക്കുന്ന ഭീകരമായിട്ടുള്ള അവരുടെ അല്ലെങ്കിൽ ജീവിത രീതി തന്നെ, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ആക്രമണങ്ങളിലൂടെയൊക്കെ മരണസംഖ്യ കൂടുതലായി വരികയും ചെയ്തു എന്ന് പറയുന്നു. കൊളോണിയൽ ലോ, അതുപോലെ തന്നെയാണ് ലാൻഡ് ഫോറസ്റ്റ് റൈറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് റിസ്ട്രിക്റ്റഡ് ലാൻഡ് ആൻഡ് ഫോറസ്റ്റ്, കൊളോണിയൽ ലോ, റിസ്ട്രിക്റ്റഡ് ലാൻഡ് ഫോറസ്റ്റ് റൈറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്ന സമയത്ത് കൊളോണിയൽ നിയന്ത്രണങ്ങളൊക്കെ സ്വാധീനങ്ങളുടെ ഫലമായി ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊണ്ടുവന്ന നിയമങ്ങളാണെങ്കിലും ഉടമസ്ഥതയാണെങ്കിലും അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെ നിയന്ത്രിക്കുകയാണ് ഉണ്ടായത്. അതായത് ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വരവിനെ തുടർന്ന് ഇങ്ങനെ പല കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരികയും ചെയ്യുന്നു. ഇതിലൂടെ കർഷകരുടെ സ്വാതന്ത്ര്യമാണെങ്കിലും കുറയാൻ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തോട് ചെയ്യാനുള്ള രീതി തന്നെ ഇല്ലാതായി മാറുകയും ചെയ്യുന്നു. ജീവിത ഉപാധികളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ തൊഴിലാണെങ്കിലും കൃഷിയാണെങ്കിലും വ്യവസായമാണെങ്കിലും അവിടെ എല്ലാം ഒരു നിയന്ത്രണം വരികയും അവർക്ക് അത് ചെയ്യാനുള്ള ഒരു അവസരം നഷ്ടമായി വരികയും ചെയ്തതോടുകൂടി അവരുടെ ജീവിത ഉപാധി മാർഗം തന്നെ ഇല്ലാതായി മാറുകയും ചെയ്തു എന്ന് പറയുന്നു. ഈ മൈഗ്രേഷൻ സമയത്ത് കർഷകർക്കാണ് കൂടുതലായിട്ട് അവരുടെ ജീവിത ഭൂമികളൊക്കെ നഷ്ടപ്പെടുകയും സ്ഥലം വീട് മാറാൻ വേണ്ടിയിട്ട് നിർബന്ധത അനുഭവിക്കുകയും ചെയ്തു. അതായത് കൂടുതലായിട്ട് അവർ ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസരവും വരികയും അവരുടെ സ്വന്തമായിട്ടുള്ള ഭൂമി തന്നെ അവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇല്ലാതായി മാറുകയും ചെയ്യുന്നു. ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗമായി അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത ഓരോ കാര്യങ്ങളും അവരിൽ നിന്ന് നഷ്ടമായി പോവുകയും പിന്നീട് മൈഗ്രേഷൻ ആയിട്ട് അല്ലെങ്കിൽ മൈഗ്രേഷൻ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അവർക്ക് വന്നത് എന്ന് പറയുന്നു. അബോളിഷൻ ഓഫ് സാൽവറിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ ഷുഗർ, അതായത് പഞ്ചസാരയുടെ ആവശ്യം കൂടുതലായിരുന്നുവെന്നും അപ്പോൾ അവിടെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ പഞ്ചസാരയുടെ ഉപയോഗം കൂടുതലായതുകൊണ്ട് അവിടെയുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ പ്ലാന്റേഷനുകളിൽ തൊഴിലാളികൾക്ക് ജോലി അവസരം ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ പഞ്ചസാര ഫാക്ടറികളിലാണെങ്കിൽ അതിൻ്റെ ആ രീതിയിലുള്ള പഞ്ചസാര ഫാക്ടറികളിലും പ്ലാന്റേഷനുകളിലൊക്കെ തൊഴിലാളികളെ ആവശ്യമുണ്ട്. അപ്പം ഇവിടെ നിന്ന് അടിമകളെ പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യൻ തൊഴിലാളികളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പ്ലാന്റേഷനുകളിലൊക്കെ അടിമത്വവും അവർ സ്വീകരിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. കൂടുതലായിട്ടും ദീർഘകാല ജോലി അല്ലെങ്കിൽ അതായത് ജോലി സാഹചര്യങ്ങളൊക്കെ അവർക്ക് പരിഗണിക്കപ്പെടാതെ പോവുകയും വളരെയേറെ ബുദ്ധിമുട്ടുകയും ചെയ്തു എന്ന് പറയുന്നു. മോശം ജീവിത സാഹചര്യങ്ങളാണ് അവർ നേരിട്ടത്. ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് അവർ തൊഴിലിനായി പോകുന്ന സമയത്ത് ഉയർന്ന മരണനിരക്ക് അല്ലെങ്കിൽ ഉയർന്ന രീതിയിലാണ് അവരുടെ മരണനിരക്ക്. ഓരോരുത്തരും പല കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കാരണവും അല്ലെങ്കിൽ അവർ പല രീതിയിൽ മരണങ്ങൾ
മരണങ്ങൾക്ക് വരെ അല്ലെങ്കിൽ മരണം വരെ അവർ സംഭവിക്കുന്ന ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അടിമത്തത്തിന്റെ അതായത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ, ഫ്രഞ്ച്, ഡച്ച് പോലുള്ള രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് വ്യാപകമായി വന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് 1834 ബ്രിട്ടൻ ആണെങ്കിലും 1847 ഫ്രാൻസ്, 1863 ഡച്ച് ലേബർ ഷോർട്ടേജ് ഒക്കെ വരികയും ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തൊഴിലാളികളുടെ കുറവ് കാരണം, തൊഴിലാളികളുടെ ക്ഷാമം കാരണം എന്താണ് അടിമകളാണെങ്കിലും പഴയ രീതിയിൽ ജോലി ചെയ്യാൻ തയ്യാറാകില്ല എന്ന് അവർ തന്നെ സ്വയം മുൻകൈയെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും തുടങ്ങിയെന്ന് പറയുന്നു. അവരുടെ ആവശ്യം, അവർക്ക് ന്യായമായിട്ടുള്ള ഒരു ആവശ്യം അവർ ചുമത്തുക അല്ലെങ്കിൽ തയ്യാറാകാൻ വേണ്ടിയിട്ട് അവരുടെ മെച്ചപ്പെട്ട ജോലി സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് പറയാം. ഹ്യൂമാനിറ്റേറിയൻ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആന്റി സർവൈവൽ ലോബി, അതായത് റിസോഴ്സ്ഡ് ഗവൺമെന്റിനെ കുറിച്ച് ഇവിടെ പറയുന്നു. മനുഷ്യാവകാശ രാഷ്ട്രത്തിന്റെ എങ്ങനെയൊക്കെയാണ് അതിന്റെ തുടക്കമെന്നും അടിമത്തത്തിനെതിരെ പ്രസക്തമായിട്ടുള്ള രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളും ഉയർന്നു വരികയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ സർക്കാരുകളാണെങ്കിലും പലതരത്തിൽ സമ്മർദ്ദങ്ങളൊക്കെ കൂടുതലായിട്ട് ചെലുത്തുകയും ചെയ്തു. അടിമ വ്യാപാരമാണെങ്കിൽ ഇവിടെ നിരോധിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇവിടെ അടിമപ്പണി ചെയ്യുന്നവർക്ക് ഇടക്കാല സംവിധാനം കൊണ്ടുവരികയും ചെയ്യുന്നു. ആദ്യമായിട്ട് 12 വർഷമായിട്ടും പിന്നീട് 7 വർഷമായി കുറയ്ക്കുകയും 1837 പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അടിമ വ്യവസ്ഥ അല്ലെങ്കിൽ അടിമപ്പണി 1834 പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു അവസരം വരെ ഉണ്ടാകുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. 38 12 വർഷവും 7 വർഷത്തിനും ഓരോ വർഷങ്ങളും ഇങ്ങനെ അവസരം അല്ലെങ്കിൽ കൂടുതൽ ഗ്യാപ്പുകൾ കൊടുത്തുകൊണ്ട് ലാസ്റ്റ് പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്തു എന്ന് പറയുന്നു. അതിൻ്റെ നഷ്ടമായിട്ട് അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് അടിമകളിൽ ഉടമകളായിരുന്നവർക്ക് അല്ലെങ്കിൽ അടിമകളിൽ നിന്ന് സർക്കാർ നഷ്ടപരിഹാരം നൽകുകയും, എന്നാൽ അടിമകൾക്ക് യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല. അതായത് അടിമ പണി ചെയ്യുന്നവർക്ക് ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചെങ്കിൽ കൂടിയും അടിമ അല്ലെങ്കിൽ പണിയെടുക്കുന്നവർക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭിച്ചിരുന്നില്ല. എന്നാൽ അടിമകൾക്ക് യാതൊരു നഷ്ടപരിഹാരം ലഭിക്കാത്തതിൽ അവർക്ക് ജീവിത രീതി തന്നെ മാറ്റേണ്ടി വരികയും ചെയ്യുന്നുവെന്ന് പറയുന്നു. കുറഞ്ഞ ചെലവിലുള്ള തൊഴിലുകളുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യകതകളും കൂടിയെന്നും അടിമത്തം അവസാനിപ്പിച്ചതോടെ കൂടി കുറഞ്ഞ ചെലവിൽ തൊഴിലാളികളുടെ ആവശ്യം കൂടുതലും ശക്തമായി മാറുകയും ഇതിലൂടെ പിന്നീട് ഇൻഡെൻചർഡ് ലേബർ സംവിധാനം വികസിപ്പിക്കുകയും ചെയ്യുന്നു. മൊത്തത്തിലുള്ള അതിൻ്റെ ഏറ്റവും, അതായത് ഓരോ ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യമായിട്ട് പറയുന്ന സമയത്ത് മനുഷ്യ അവകാശങ്ങൾ അല്ലെങ്കിൽ ആശയമായി വളരുകയും ചെയ്യുന്നു. എന്നാൽ സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ തുടരുകയായിരുന്നു എന്നും പുതിയ തൊഴിൽ സംവിധാനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അപ്പോൾ പല മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതിലൂടെ മനുഷ്യരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിന്താരീതി തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും അതിലൂടെ സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ കൂടുതലായി വികസിപ്പിക്കുകയും അവർ പല രീതിയിൽ അവരുടേതായ രീതിയിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരികയും പുതിയ തൊഴിൽ സംവിധാനങ്ങളിലൂടെ അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നതിലൂടെ അവർക്ക് കൂടുതലായിട്ട് നല്ല രീതിയിലുള്ള ജീവിത രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുന്നു. ഇവല്യൂഷൻ ഓഫ് ഇൻഡെൻചർഡ് ലേബർ സ്കീം 1 കുറിച്ച് പറയുമ്പോൾ ഇവിടെ കൊൽക്കത്തയിലെ സ്വകാര്യ കമ്പനികളുടെ പങ്ക് എങ്ങനെയായിരിക്കും എന്ന്
പറയുമ്പോൾ കൂടുതലായിട്ട് ഇന്ത്യൻ രീതിയിലുള്ള കൊൽക്കത്തയിലെ സ്വകാര്യ കമ്പനികൾക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു എന്നും ഏകദേശം കൂടുതൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തൊഴിലാളികളെ മൗറീഷ്യയിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ കൊൽക്കത്തയിലുള്ള തൊഴിലാളികളെ സ്വകാര്യ കമ്പനികളിൽ നിന്നുള്ള തൊഴിലാളികളെ മറ്റ് മൗറീഷ്യയിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന രീതിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വെസ്റ്റ് ഇൻഡീസിലേക്ക് ഇന്ത്യൻ കർഷകരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിലേക്ക് ഇന്ത്യൻ കർഷകരെ പ്ലാന്റേഷനിലേക്ക് തൊഴിലാളികളെ ആവശ്യമായി വരികയും അവരുടേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ അവർ കുറഞ്ഞ വേതനത്തിൽ കഠിനമായ ജോലി ചെയ്യിപ്പിക്കുന്നു. അതായത് കുറഞ്ഞ വേതനം കൊടുത്തുകൊണ്ട് അവർക്ക് കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജോലി കൊടുത്തുകൊണ്ടാണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. അവർക്ക് കൂടുതലായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് മൂലവും പല കർഷകരും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് അവരുടെ യാത്രയാണെങ്കിലും ജോലിയാണെങ്കിലും കുറച്ച് അറിവില്ലായ്മ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അറിവില്ലാത്തത് കാരണം ഇവർക്ക് അവിടെ അടിമപ്പണി ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നും റിക്രൂട്ട്മെന്റ് വഴി തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുകയും റിക്രൂട്ട്മെന്റിലൂടെ അവർക്ക് തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് നല്ല ജോലി തരാമെന്നും ഉയർന്ന വേതനം നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് തൊഴിലാളികളെ അന്യ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അവർ കഠിനമായിട്ടുള്ള ജീവിത സാഹചര്യം അല്ലെങ്കിൽ ജീവിത സിറ്റുവേഷനിലാണ് നേരിടേണ്ടി വരുന്നത് എന്ന് പറയുന്നു. സ്ത്രീകളുടെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചും ഇവിടെ റിക്രൂട്ട്മെന്റും നടന്നിരുന്നു എന്ന് പറയുന്നു. പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വുമൺസിനൊക്കെ കൂടുതലായിട്ട് ഇന്റൻഷീവ് ലേബർ സംവിധാനം ആരംഭഘട്ടത്തിൽ തന്നെ ചൂഷണപരമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ എപ്പോഴും ചൂഷണപരമായിട്ടുള്ള രീതിയിലാണ് അവർ നേരിട്ടത് എന്നും സ്ത്രീകളെയും തൊഴിലാളികളെയും റിക്രൂട്ട് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും അവർ പ്രധാന മേഖലകളിലേക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും അവിടെ ചൂഷണത്തിന് ഇരയാവുകയും ചെയ്യുന്നു. ഗൃഹജോലികളൊക്കെ അവരെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ദാരിദ്ര്യ കർഷകരുടെ ദുരവസ്ഥ. അവർ കൂടുതൽ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അത് ചൂഷണം ചെയ്യുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് വലിയ ആഗോള കുടിയേറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ പല പല മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ആഗോള കുടിയേറ്റത്തിന് കാരണമായിക്കൊണ്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിക്കുകയാണ് ചെയ്തത്. കുടിയേറ്റത്തിലൂടെ അവർ പലതരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടേണ്ട അവസ്ഥ വരെ വന്നിരുന്നു. എവല്യൂഷൻ ഓഫ് ഇന്റൻഷൻ ലേബർ സ്കീം 2 കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഗിർമിറ്റിയാസ് കരാർ തൊഴിലാളികളെ ഗിർമിറ്റിയാസ് എന്ന് വിളിച്ചിരുന്നു എന്ന് പറയുന്നു. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയാണ് ഗിർമിറ്റിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി 5 വർഷത്തേക്ക് കരാറുമായി ബന്ധപ്പെടുകയും അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കരാർ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഒരു 5 വർഷമാണ് കാലയളവ് കൊടുക്കുന്നത്. അത് വാഗ്ദാനമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി തരുന്നു അല്ലെങ്കിൽ പലതരത്തിൽ അവർ ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പോൾ അതൊരു കരാർ അടിസ്ഥാനം എന്ന് പറയുന്നത് 5 വർഷത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പല പല വാഗ്ദാനങ്ങൾ നൽകുകയും തൊഴിലൊക്കെ നൽകാമെന്ന് പ്രധാനമായിട്ടും അവർ കൂടുതലായിട്ടും എന്തിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയും നല്ലൊരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അവർക്ക് സ്ഥിരമായി ഇരിക്കാനും അതായത് ഭക്ഷണം പോലും കിട്ടാതെ അവർ കഠിനമായി അധ്വാനിക്കുന്ന രീതി മാത്രമാണ് അവിടെ നടന്നിരുന്നത് എന്ന് പറയുന്നു. അതുപോലെയാണ് ഇതിപ്പോൾ പലപ്പോഴും മാർഗങ്ങൾ അതായത് പല പല മാർഗങ്ങൾ അവർ മുന്നോട്ട് വെച്ച് തന്നെങ്കിൽ കൂടിയും അത് എപ്പോഴും പാലിക്കാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നും തൊഴിലാളികൾ വഞ്ചനകളാണ്
പീഡനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പീഡനത്തിന് വരെ ഇരയാകുകയും ചെയ്തു എന്നും ഈ കരാർ വ്യവസ്ഥകളൊക്കെ പലപ്പോഴും എന്താണ് ഒരു കരാർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത്, ഇന്ത്യൻ രാജ്യത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അവർ കരാറൊക്കെ ഒപ്പുവെക്കുകയും അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ഈ വ്യവസ്ഥകളൊക്കെ മുന്നോട്ട് നയിക്കുകയും അതിൽ പല പല തൊഴിലാളികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഓരോ തരത്തിലുള്ള രീതിയിൽ അവർ എഴുതപ്പെടുകയും അല്ലെങ്കിൽ പറയുകയും ചെയ്യുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ചൂഷണത്തിന് ഇരയാകുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അവർക്ക് കഠിനമായിട്ടുള്ള യാത്രകളൊക്കെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ കഠിനമായിട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ കടൽ യാത്ര വളരെ എന്താണ്, അതായത് കടൽ മാർഗമുള്ള യാത്ര അവർക്ക് ദുരിതം അല്ലെങ്കിൽ ദുരിതപൂർണമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. ആ യാത്രയിൽ പല കാര്യങ്ങളും സംഭവിക്കുക. ചിലവർ എന്താണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ കൂടിയും അവരെ എന്താണ് കടലിലേക്ക് തള്ളിയിടുകയും ഇടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു മരിച്ചവരുടെ ശരീരമാണെങ്കിൽ കടലിൽ തള്ളിയിട്ടിട്ട് അവരുടെ ബാക്കിയുള്ള തൊഴിലാളികളെ കൊണ്ട് അവരുടെ രാജ്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ രാജ്യങ്ങളിലേക്ക് പോയാലും അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള താമസ സൗകര്യങ്ങളോ അവരുടെ ശമ്പളമോ ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ ഭക്ഷണമൊന്നും കൊടുക്കാതെ തന്നെ അവർക്ക് ഒരു ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ അതായത് ഇൻഡെൻചർഡ് ലേബർ എന്ന് പറയുന്നത് പേരിൽ മാത്രമാണ് എന്താണ് കരാർ അടിസ്ഥാനത്തിലുള്ള രീതി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ചൂഷണമാണ് നടക്കുന്നത് എന്ന് പറയുന്നു. സോഴ്സ് ഓഫ് ചീപ്പ് ലേബർ. ആദ്യ റിക്രൂട്ട്മെന്റിൽ തന്നെ തൊഴിലാളികളൊക്കെ പ്രധാനമായും ചീപ്പ് ലേബേഴ്സിനെ പോലെയാണ് അല്ലെങ്കിൽ ചീപ്പ് ലേബേഴ്സായി കണക്കാക്കുകയും പ്രദേശത്തിലെ ആദിവാസികളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെയാണ് പല രാജ്യങ്ങളിൽ, അതായത് പല ഇതിലെ ആദിവാസി സമൂഹങ്ങളിൽ നിന്നുള്ള ആളുകളെയും എന്താണ് തൊഴിലായി കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. കൊളോണിയൽ നിയന്ത്രണങ്ങൾ എതിർപ്പ് നടക്കുകയും ചെയ്യുന്നു. ആദിവാസികൾ കൊളോണിയൽ അതായത് വനവാസികളെ കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അവരെ ജോലിക്കായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. മിഷണറി പ്രവർത്തനങ്ങൾക്കും എതിർപ്പ്, അതായത് അവർക്ക് കൊടുക്കുന്ന ഓരോ പ്രവർത്തനവും കഠിനമായിട്ടുള്ള മിഷണറി പ്രവർത്തനമാണെങ്കിലും മറ്റ് തൊഴിൽ മേഖലകളിലൊക്കെ എന്താണ് ആദിവാസി സമൂഹങ്ങളെ എന്താണ് കഠിനമായിട്ടുള്ള തൊഴിൽ കൊടുക്കുകയാണ് ചെയ്തത്. ജോലി കൊടുത്തുകൊണ്ട് അവരെ എന്താണ് അവർ ചൂഷണം ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതലായിട്ട് മരണനിരക്ക് നടക്കുകയും അല്ലെങ്കിൽ മരണനിരക്ക് കൂടുതലാവുകയും ചെയ്യുന്നു. വിദേശ പ്ലാന്റേഷനുകളിൽ തൊഴിലാളികൾക്ക് വളരെ കഠിനമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ കൂടിയും സാഹചര്യമാണെന്നും ബ്രിട്ടീഷ് ആണെങ്കിലും ഇവിടെ ബ്രിട്ടീഷ് രാജ്യങ്ങളിലൊക്കെ തൊഴിലാളികൾ മരിച്ചു കിടക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. തുടർന്ന് എന്താണ് പല ഘട്ടങ്ങളിലൂടെ റിക്രൂട്ട്മെന്റ് ഒക്കെ ഇൻഡോ മാഗ്നറ്റിക് സമതലത്തിലൂടെ അല്ലെങ്കിൽ കർഷകരിലേക്ക് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഏറ്റവും വലുതായിട്ട് പരിചയസമ്പന്നമായ കർഷകർക്ക് കൂടുതൽ ശക്തവും അല്ലെങ്കിൽ സഹാനുശേഷിയുള്ളവരുമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ പരിചയമുള്ള തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് കൂടുതൽ അനുഭവ രീതിയിൽ അവരെന്താണ് കാര്യങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ ഓരോ രീതിയിൽ അവരെ തരണം ചെയ്യാനുള്ള ഒരു ശേഷി അവരിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സ്ട്രീമിംഗ് അബ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും മൗറീഷ്യയിലാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിലാണെങ്കിൽ തൊഴിലാളികൾക്കെതിരെ അല്ലെങ്കിൽ ശക്തമായി പോരാടുകയും പീഡനവും